എല്ലാ മലയാളികൾക്കും അഡ്വാൻസ് ഓണാശംസകൾ ആൻഡ് വെൽക്കം ടു Foodiez Ecstasy. ഓണസദ്യയുടെ വിഭവങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് നമ്മൾ ഓണസദ്യയിൽ ആദ്യം വിളമ്പുന്ന ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കുന്നത്, അതും ട്രിവാൻഡ്രം സ്റ്റൈൽ. എളുപ്പത്തിൽ എങ്ങനെ ട്രിവാൻഡ്രം സ്റ്റൈൽ ഇഞ്ചിക്കറി ഉണ്ടാക്കാം എന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 50-55 ഗ്രാം ഇഞ്ചി എടുക്കുക, നന്നായിട്ട് കഴുകി അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് നീറ്റായിട്ട് വെക്കുക. അതിന് റൗണ്ടായിട്ട് കട്ട് ചെയ്യുക, അതായത് ഒരുപാട് തിക്കാകരുത് ഒരുപാട് തിന്നാകുകയും ചെയ്യരുത്, കട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ മെഷർമെൻറ്റ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഒരു പാൻ ചൂടാക്കുക, അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് വേണമെങ്കിൽ അതൊഴിച്ചാലും മതി. ഞാനിപ്പോൾ ഇവിടെ നല്ലെണ്ണ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി ബ്രൗൺ കളർ ആകുന്നവരെ നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കാം. കരിഞ്ഞു പോകരുത്, ക്രിസ്പായിട്ടിരിക്കണം. സോ ബ്രൗൺ ആകുന്നവരെ നന്നായിട്ട് സോട്ട് ചെയ്യാം. ഇപ്പോൾ ഇഞ്ചി നല്ല ബ്രൗൺ ആയിട്ടുണ്ട്, ഓൾമോസ്റ്റ് ക്രിസ്പ് ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് മാറ്റി ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. തണുത്ത ശേഷം അതിനെ പൊടിച്ചെടുക്കുക, നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. ഇനി ഒരു പാൻ ചൂടാക്കുക, അതിലേക്ക് നമ്മൾ നേരത്തെ ഇഞ്ചി ഫ്രൈ ചെയ്ത് എണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഒഴിക്കുക. ആ എണ്ണ ചൂടാകുമ്പോഴത്തേനും അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കടുകൊക്കെ പൊട്ടുന്നവരെ മിക്സ് ആക്കുക. പാൻ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് തിരിച്ച് വീണ്ടും വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കുക. നന്നായിട്ട് ചൂടായി ആ പച്ചമണമൊക്കെ മാറുമ്പോൾ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിന് പുളിയെടുത്ത് വെള്ളത്തിലിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിനെയാണ് സ്ട്രെയിൻ ചെയ്ത് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് കുറുകി നല്ല തിക്കായിട്ട് വരും, അതായത് എണ്ണയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നല്ല തിക്കായിട്ട് എണ്ണയൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇനി ഹീറ്റ് ഓഫ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ശർക്കര ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ശർക്കര മതി, ഒരുപാട് വേണ്ട. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോഴത്തേനും ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. യൂസ് ചെയ്യുന്നതിന് ഒരു ദിവസം മുന്നെങ്കിലും ഉണ്ടാക്കി വയ്ക്കുക. അപ്പോഴായിരിക്കും കറക്റ്റ് അതിൻ്റെ ടേസ്റ്റ് വരിക കേട്ടോ. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ട്രിവാൻഡ്രം സ്റ്റൈൽ ഇഞ്ചിക്കറി ഉണ്ടാക്കി നോക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ആൻഡ് കമൻറ്റ്.